കേൾക്കാം. എനിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പൊതു സദസ്സിൽ ഇങ്ങനെ വചനം ഷെയർ ചെയ്യാൻ നിൽക്കുന്നത്. और काफी दिनों के बाद ऐसे एक पब्लिक मीटिंग में परमेश्वर का वचन शेयर करने के लिए मुझे अवसर मिला और मैं तैयार हुई. സോ എങ്ങനെ തുടങ്ങണമെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും എന്റെ ഒരു ഫാമിലി ആയതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം നിൽക്കുകയാണ്. मुझे नहीं पता मैं किस प्रकार शुरू करूं, लेकिन हम लोग एक परिवार है, बस वही एक हिम्मत है मेरे अंदर. പെട്ടെന്ന് ജെഫി രാത്രി എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച പരിപാടിയാണ്. എന്റെ കുഞ്ഞിനെ വയ്യാതിരിക്കുകയാണ്, എങ്കിലും കർത്താവിന് സൗഖ്യം കൊടുത്തു. ഞാൻ ഒത്തിരി പ്രിപ്പയർഡ് ഒന്നും അല്ല, പക്ഷെ എന്റെ മനസ്സിൽ തന്ന ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് ദൈവം തന്ന ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. अचानक से जेफी ने मुझे ये रिस्पॉन्सिबिलिटी सौंपा है. मैं इतना प्रिपेयर नहीं हूँ, मेरा बेटा भी का तबीयत भी खराब है, लेकिन परमेश्वर ने कुछ विचारों को मेरे अंदर डाला है. वही सारी बातों को मैं आप लोगों के साथ शेयर करना चाहती हूँ. നമുക്കെല്ലാവർക്കും റാബിറ്റിന്റെയും മുയലിന്റെ അമ്മയുടെ കഥ എല്ലാവർക്കും അറിയത്തില്ലേ? हम सबको वो जो खरगोश और वो टर्टल की कहानी आप सब लोग जानते हैं, कछुआ और खरगोश की कहानी. ഞാൻ എന്റെ കുഞ്ഞിനെ അത് കാണിക്കാം, പക്ഷെ പെട്ടെന്ന് എന്റെ ദേഹാത്മാവിനെ ഓർപ്പിച്ചു. ആ കഥ എല്ലാവർക്കും അറിയുന്ന സ്റ്റോറി ഞാൻ എക്സ്പാൻഡ് ചെയ്ത് പറയുന്നില്ല, പക്ഷെ എന്റെ അവസാനം ഇങ്ങനെയാണ്. ആ റാബിറ്റിന് ആ കഴിവുണ്ട്, ഓടാനുള്ള കഴിവുണ്ട് ആമയെക്കാട്ടില്, അല്ലെ? मैं जानती हूँ सब लोग वो कहानी को जानते हैं, इसलिए मैं उस तरफ नहीं जाना चाहते. और मैं अपने बेटे को इस प्रकार दिखा रही थी वो फोटो और वो वीडियो. उस समय मुझे ये समझ में आया कि वो जो रैबिट है, वो जो खरगोश है, उसके अंदर क्षमता है कि वो उस रेस को जीत सके, बट वो जीत नहीं पाया. എന്തുകൊണ്ടായില്ല? അതാണ് എന്റെ ചിന്ത വന്നത്. और मेरे अंदर ये विचार आया कि उसके अंदर क्षमता होने के बावजूद भी वो क्यों नहीं जीता. കാരണം അവനറിയാം എനിക്ക് ആമയെക്കാട്ടി നല്ല ശക്തിയുണ്ട്, എനിക്ക് ഓടാൻ കഴിയും, എന്റെ കാലിന് ബലമുണ്ട്. പക്ഷേ എന്റെ ഉറക്കം, അല്ലെ, എന്റെ ലേസ്നെസ്, ഇതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞെന്ന ഒരു അവസാനം അത് തിരിച്ചറിഞ്ഞു. और उसको पता था कि मैं कछुआ से भी आगे जा सकता हूँ, मैं दौड़ सकता हूँ आगे, मेरे अंदर इतना बल है कि मैं फर्स्ट आ सकते हैं. लेकिन उसको लास्ट में समझ में आया कि मेरा जो नींद है, मेरा जो आलसीपन है, ये जो है वजह मैं अपनी रेस को मैं अपने रेस में हार गया. ഇനി ഞാൻ വചനത്തിൽ കിടക്കുകയാണ്. ഇതുപോലെ പല ചിന്തകൾ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ചിന്തിച്ചു. ഞാൻ ഒരു കാര്യം പറയാണ്, ഇപ്പൊ നമ്മളിവിടെ ഒരു വചനം സംസാരിക്കുന്നതിൽ ഒരു കൈ നിങ്ങളെ ചൂണ്ടുകയുള്ള 3 കൈ എന്നോടാണ്. സോ വി ആർ നോട്ട് പെർഫെക്റ്റ് വൺ. ആരും പെർഫെക്റ്റ് അല്ല, പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങോട്ട് ഈ വചനം ഷെയർ ചെയ്യാം. എന്റെ ആത്മാവിനെ ഉണർത്തി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, പക്ഷെ ഞാൻ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. तो यही चीज मुझे समझ में आया कि पिछले दिनों में भी परमेश्वर ने मुझे इस प्रकार से कहा, अगर मैं एक उंगली आपकी तरफ कर रही हूँ, इसका मतलब ये नहीं है 3 उंगली पीछे मेरी तरफ है. यहाँ पर कोई भी परफेक्ट नहीं है. जो कुछ भी मैं बोलूंगी वो आपके लिए भी है, उसी प्रकार वो मेरे लिए भी है. എന്തുകൊണ്ട് നമ്മൾ പൂർണ്ണ ഫലമുള്ളവരായി തീരുന്നില്ല? हम लोग क्यों पूर्ण रीति से फलवंत हो नहीं रहे? അത് സ്പിരിച്വൽ ആയാലും ഫിസിക്കൽ, നമ്മുടെ ഫിസിക്കലി നമുക്ക് പറ്റാത്തതും എന്തുകൊണ്ട്? വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? चाहे वो हमारी आत्मिक रीति हो या हमारी भौतिक रीति हो, हम लोग क्यों अपनी प्रोमिसेस को, जो परमेश्वर ने वादाएं हमारे साथ किए थे, वो हमारे जीवन में क्यों नहीं प्राप्त हो रहे? ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണോ? क्या हमारा परमेश्वर वादा करके उसमें से मुकरने वाला पिता है? ഈ ബൈബിൾ പറഞ്ഞ എല്ലാ പ്രോമിസസും നമുക്കുള്ളതാണ്. बाइबल में कहा गया, लिखे गए हर एक वादाएं हमारे लिए हैं. നമുക്കൊരു വാക്യം വാക്യം ലൂക്കോസ് 8:14. हम लोग एक वचन पढ़ेंगे, लूका रचित सुसमाचार उसका 8:14. ആദ്യമായിട്ട് ഞാൻ പറയാ, ഞാൻ ഇവിടെ കുറെ റെഫറൻസ് വായിക്കും. ഞാനൊന്നും പ്രിപ്പയർഡ് ആയിട്ടല്ല,
പക്ഷെ എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ എനിക്കൊരു വചനത്തിൽ നിന്ന് കിട്ടുന്ന മർമ്മങ്ങളായിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. സോ എല്ലാവരും ഈ റെഫറൻസുകൾ എഴുതിയെടുത്ത് അപ്നാ നോട്ടുകൾ ഉണ്ടാക്കണം. सो मैं पहले आप लोगों को बताने जा रही हूँ। मैं इतना प्रिपेयर नहीं हूँ। स्टिल मैंने बहुत सारे वर्सेस रेडी करके रखे हैं और मैं चाहती हूँ कि सब लोग वो वर्सेस को लिखे, क्योंकि उसकी गहराई, उसके पीछे छिपी हुई गुप्त बातें जो मैंने प्राप्त किया, जरूरी नहीं है वही चीजें आप लोग भी प्राप्त करें। आप लोग इन सारी वर्सेस को लिख के रखें। परमेश्वर इन वर्सेस के द्वारा आपसे भी बात कर सकते हैं। സാമ്പായി പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. हाँ, जिस प्रकार श्याम भैया ने कहा कि मैं कभी भी आप लोगों से क्वेश्चन सवाल कर सकता हूँ, उसी प्रकार मैं भी करूंगी। ചോദിക്കട്ടെ സാമ്പായി കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ? क्या मैं पूछूं जो भी श्याम भैया ने पिछले दिनों में आपको पढ़ाया? ഇവിടെ സാമ്പായി ഇല്ലാത്തവരുടെ സാമ്പായെ പറ്റി രണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാമ്പായി ഒരുപാട് ജോലി തിരക്കിനിടയ്ക്ക് പുള്ളി സമയം കണ്ടെത്തി രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റ് നിന്ന് ബൈബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നോട് തന്നെ എനിക്ക് തന്നെ കുറ്റം തോന്നി. ഞാനിരുന്ന് ഉറങ്ങുമ്പോൾ പുള്ളി ഇത് ബൈബിൾ പ്രിപ്പയർ ചെയ്യുന്നതും സൺഡേ സ്കൂളിനായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ ചെയ്യുമ്പോൾ സോ വില കൊടുക്കുന്ന കാണുമ്പം നിങ്ങളത് വെറുതെ കളയരുത്. പുള്ളി ഇങ്ങനെ സ്വന്തമായി ആരും കേട്ട ഒരു വചനം പോലും പുള്ളിയായിട്ട് സ്വന്തമായിട്ട് പ്രാപിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങളത് ഏറ്റെടുക്കണം. और मैं श्याम भैया के बारे में कहना चाहती हूँ, वो अभी यहाँ पे है नहीं है। स्टिल ऐसे नहीं सोचना कि मैं उनकी बड़ाई कर रही हूँ। वो अपने काम के व्यस्त होने के बावजूद भी रात के समय 2:30-3 बजे उठ के अपने क्लास को प्रिपेयर करते हैं। ये नहीं है कि वो दूसरे को सुन के वही चीज आप लोगों को बता रहे हैं, वो खुद बैठ के परमेश्वर से प्राप्त करते हैं। कई बार मुझे भी बहुत फील होता है कि वो बैठ के प्रिपेयर कर रहे हैं और मैं यहाँ पे बैठ के लेट के सो रही हूँ। इसलिए जो उनका मेहनत है वो कभी व्यर्थ नहीं जाने देना है। इसलिए जो कुछ भी वो पढ़ाएंगे आप लोग ध्यान से उस चीज को पढ़िए और ध्यान दें। എല്ലാ റെഫറൻസ് എഴുതി വെക്കണം. നിങ്ങൾ തന്നെ സ്വയം പ്രിപ്പയർ നോട്ട്സ് ഉണ്ടാക്കണം. അത് നിങ്ങളോട് തന്നെ ആദ്യം പ്രസംഗിക്കണം, നിങ്ങളോട് തന്നെ സംസാരിക്കണം, പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് വീതിച്ചു കൊടുക്കണം. इसलिए हर एक जो वर्सेस जो मैं बोलूंगी वो आप लोगों को लिख के रखना है और आप लोगों को उसमें से आप लोगों को सीखना है और सबसे पहले खुद से मैसेज प्रिपेयर करके खुद को सुनाना है। उसके बाद हम दूसरों को भी सुना सकते हैं। സോ ഇത് നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വാക്തത്വങ്ങൾ നമുക്ക് എന്തുകൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നില്ല. सो हम लोग स्टार्टिंग में हम लोगों ने ये बोला कि हम लोग अपनी वादाएं, परमेश्वर ने जो वादाएं हमारे जीवन में किया वो हम लोग अपने जीवन में प्राप्त क्यों नहीं कर रहे। ഒരുപാട് കാര്യങ്ങളുണ്ട്. बहुत सारे कारण हैं। എന്നാൽ കുറച്ച് കാര്യങ്ങൾ വചനത്തിലൂടെ കേട്ടിട്ട് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. लेकिन कुछ बातों को हम वचन की ओर से ध्यान देंगे और मैं जल्दी अपने बातों को बंद करना चाहूंगी। ആരെങ്കിലും ആള് ലുക്കോസ് 8:14 തുടർന്നമായിട്ട് വായിക്കാമോ? कोई भी एक लूका 8:14 सही रीति से पढ़े। जो झाड़ियों में गिरा सो वे है जो सुनते हैं पर होते होते चिंता और धन और जीवन के सुख विलास में फंस जाते हैं और उनका फल नहीं पकता। ഈ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ये जो कहानी है ये हम सबको पता है। എന്നാൽ ആ 14 ആ ഒരു ഒറ്റ വാക്യത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്കിതിനെ എങ്ങനെ അതിജീവിക്കാം, നമ്മൾ ഈ എക്സാമിനൊക്കെ എങ്ങനെ നമുക്ക് അതിനെ പെട്ടെന്ന് അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു വഴി അത് പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ये कहानी आप सब लोग जानते हैं। स्टिल मैं जो 14 जो वर्ष है, जो वाक्य है, उसमें कुछ बातों को आप लोगों को बताना चाहेंगे कि हम उसमें लिखी हुई चीजों को कैसे ओवरकम कर सकते हैं, उसमें से हम लोग कैसे पार हो सकते हैं। മുള്ളിനടിയിൽ വീണ നമ്മുടെ ചില വാക്തത്വങ്ങൾ നമുക്ക് എങ്ങനെ അതിന് പുറത്തു കൊണ്ടുവരാൻ പറ്റും? हमारे कुछ वादाएं जो झाड़ियों के बीच में फंसे हुए हैं, हम उन वादाओं को कैसे बाहर लाए। ഒന്നാമത്തെ കാര്യം ചിന്ത. सबसे पहला है हमारी चिंता। നമുക്കെല്ലാവരും ഗുഡ് തോട്ട്സ് ഉണ്ട്, ബാഡ് തോട്ട്സ് ഉണ്ട് അല്ലെ? हम सबके अंदर एक अच्छी चिंताएं आती हैं और बुरी चिंताएं आती हैं। ഞാൻ വിചാരിക്കുന്ന ഇരിക്കുന്നതിൽ എല്ലാവരും 15 വയസ്സിന് മുകളിലുള്ളവരാണെന്ന്. और मैं जानती हूँ और मैं आशा करती हूँ कि यहाँ पे जो लोग बैठे हैं वो 15 साल से ऊपर के जितने भी बच्चे हैं। എല്ലാവർക്കും നന്മ ഏതാ തിന്മ ഏതാ തെറ്റ് ഏതാ ശരിയാന്ന് തിരിച്ചറിയാൻ പറ്റിയ പ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. यहाँ पे जितने भी लोग बैठे हैं सबको गलत क्या है सही क्या है ऐसी सारी सोचों को हम लोगों को समझ सकते हैं।
ബാഡ് തോട്ട്സിന് ഒറ്റ ഇതേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് അല്ലാത്തതെല്ലാം ബാഡ് തോട്ട്സ് ആണ്. बैड थॉट्स का मतलब ये है गलत विचार या सोच के, ये मतलब है कि जो कुछ भी परमेश्वर के खिलाफ है या परमेश्वर की ओर से नहीं है, वो सारे क्या है, वो गलत चिंताएं, गलत सोच है। റോമർ 13:14 रोमा रोमियो की पत्री 13 तीन to का 14 तीन का 14 तीन का 14. 14। वरन प्रभु यीशु मसीह को पहन लो और शरीर की अभिलाषाओं को पूरा करने का उपाय न करो। ഇവിടെ പറയുന്നത് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ചേച്ചി റോമൻസ് 3:14. 13-14 ओके, इधर इस प्रकार लिखा है, वरन प्रभु यीशु मसीह को पहन लो, अपनी शरीर की अभिलाषाओं को पूरे करने का उपाय ना करो। ജഡത്തിനായി ചിന്തിക്കരുത്. हमें कभी भी अपने शरीर के लिए नहीं सोचना है। അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ടല്ലോ, ഇങ്ങനെ ചുമ്മാ ജീവിച്ചാൽ മതി. അങ്ങനല്ല. तो आप लोग सोच रहे होंगे ऐसा है तो हमें किसी भी बात की चिंता करने की जरूरत नहीं है, हमें ऐसे ही जीना हमारे लिए बेहतर है। ऐसा नहीं। മോഹങ്ങൾ ജനിക്കുമാറ് ചിന്തിക്കരുത്. എന്റെ അർത്ഥം എന്ന് വെച്ചാല് ചില കാര്യങ്ങൾ ചിലതിന് വേണ്ടി മോഹിക്കുക, അതിനുവേണ്ടി അങ്ങ് എന്താ പറയുന്നത്, അതിന് പല രീതികളുണ്ട്. നമ്മൾ ചെറുപ്പക്കാർക്ക് മനസ്സിലാവും, ചിലരെ ലൈൻ അടിക്കാതെ മോഹിച്ച് അതും കൊണ്ടേ പോകത്തുള്ളൂ എന്ന രീതി. അതൊരു സൈഡുണ്ട്. അതുപോലെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ വസ്ത്രത്തിലായാലും നമ്മുടെ ഭക്ഷണത്തിലായാലും നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പല കാര്യങ്ങളും മോഹങ്ങൾ ജനിക്കുമാറ്, അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്ന രീതിയിൽ ഒരു ചിന്ത നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. और अगर शरीर की अभिलाषाओं के बारे में हम लोग बात करेंगे तो वो चीजें जो हम लोग चाहते हैं, ज्यादातर जवान लोग यही है कि उनको चाहे वो एक लड़की पसंद आते हैं या लड़का पसंद आते हैं, तो उनको बस यही रहता है कि कैसे ना कैसे करके हम उनको प्राप्त करना है। हम लोग उनके पीछा करके उन्हें कैसे भी करके हमें हासिल करना है। केवल वही बातें नहीं, हम लोग कई बार हमारे लिए अच्छे अच्छे कपड़े या किसी भी चीज के लेके हम लोग क्या हो जाते हैं, काफी ज्यादा उनके पीछे भागते हैं। हमें ऐसा नहीं होना चाहिए। റോമർ തന്നെ പറയുന്നുണ്ട്, റോമർ 8:5-6 വാക്യങ്ങളില് रोमियो की पत्री में भी ऐसे लिखा हुआ है कि रोमियो की पत्री 8 का 5 to 6 5 और 6 में भी വായിക്കുന്നത് തന്നെയാണ്. सूर्य जी 8:5-6 വാക്യങ്ങൾ 7 എല്ലാം വായിക്കുന്നത് ജഡത്തിന്റെ ചിന്ത അത് മരണത്തിന് കാരണമാകുന്നു. और यहाँ पे 8 का 5, 6, 7 में हम लोग यहाँ पे पढ़ेंगे तो इधर इस प्रकार लिखा है कि अगर हम शरीर की चिंताएं करेंगे तो वो हमें पाप और मृत्यु में लेके जाएंगे। ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് മാത്രം ചിന്തിക്കുന്നുണ്ട്. जिनके अंदर आत्मिक स्वभाव है वो सिर्फ अपनी आत्मिक बातों की ओर ध्यान देते हैं। 6 വാക്യം വായിക്കുന്നു, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. 8 का 6 में इस प्रकार लिखा है, शरीर पर मन लगाना तो मृत्यु है, परंतु आत्मा पर मन लगाना जीवन और शांति है। കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, ജഡത്തിന്റെ ചിന്തകളെ പറ്റി നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളുണ്ട്. ചില ചിന്തകളാണ് നമ്മുടെ നാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. अगर हम शरीर की अभिलाषाओं के बारे में, लालसाओं के बारे में हम बात करेंगे विस्तार में, तो हमारी चिंता है जो हमारी जो गलत चिंता सोच है वो हमें पाप की ओर लेके जाते हैं। അത് ശരീരത്തിന് വേണ്ടിയുള്ളതും നമ്മുടെ ആത്മാവിനെ അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചില ചിന്തകൾ, ചില ഓവർ തിങ്കിങ്, ചില വിഷയത്തിന് മേലെ ഓവർ തിങ്കിങ് പോലും നമ്മുടെ ശരീരത്തെയും ആത്മാവിനും ഒരുപോലെ ദോഷം ചെയ്യുന്നു. अगर हम किसी बात को लेके ओवर थिंकिंग करते हैं या शरीर की या ऐसे कुछ चीजों के लिए, तो वो हमारे शरीर के लिए और हमारे आत्मा के लिए भी वो हानिकारक है। ചിലർ പൈസയെ പറ്റിയായിരിക്കാം, कुछ ചിലർ लोग ആഹാരത്തെ പറ്റിയായിരിക്കാം, ചിലർ ഫ്യൂച്ചറിനെ പറ്റിയായിരിക്കാം, ചിലര് ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഒരു പ്രായത്തിന്റെ ഒക്കെ ആണെങ്കിൽ അവർ ചിന്തിക്കുന്ന വേറെ അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ ലൈഫ് പാർട്ട്ണറിനെ പറ്റിയായിരിക്കാം. ഇങ്ങനെ പല ചിന്തകൾ, ഈവൻ സ്പിരിച്വൽ ലൈഫിൽ പോലും പിശാചിന് ഇടം നൽകുന്ന രീതിയിലുള്ള ചിന്തകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. और हम लोगों का ओवर थिंकिंग हम लोग कई बार पैसे के लिए होते हैं, हमारी सिचुएशन के लिए होते हैं, या हमारे फ्यूचर के लिए होते हैं, या कुछ लोग अपने हस्बैंड्स को मतलब अपने पार्टनर्स को लेके
जो लोग शादी के लिए रेडी होते हैं, उन सारे बातों के लिए हम लोग जो ओवर थिंकिंग करते हैं, और वो ओवर थिंकिंग जो है हमारी आत्मिक रीति को, हमारी आत्मिक लाइफ को क्या करते हैं, खराब करते हैं, और हमें उसके लिए कभी मौका नहीं देना चाहिए। ഞാൻ വിശ്വസിക്കുന്ന ഒരു ബാഡ് തോട്ട്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല ഐഡിയ ഉണ്ട്. और जो बैड थॉट्स के बारे में, जो गलत सोच विचार के बारे में मैं जो सोचती हूँ, मैं जो कहना चाहती हूँ, उन सब के बारे में आप सबको आइडिया है, आप लोगों को उन सारी बातों का पता है। അതൊരു മരണത്തിൽ അത് ശാരീരികമായും അത് ഒത്തിരി രോഗികൾ ഞാനൊരു നഴ്സാണ്. സോ നമ്മൾ പേഷ്യൻസിന് ഒരു സർജറി കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആ രോഗത്തെ വളരെ വൾഗറാകത്തേ ഉള്ളൂ. അത് മോശമായ രീതിയിൽ അത് പോകത്തേ ഉള്ളൂ. സോ നമ്മൾ എപ്പോഴും അവർക്ക് പോസിറ്റീവ് തോട്ട്സിന് വേണ്ടി നമ്മൾ सपोर्ट ചെയ്യാറുണ്ട് അവരെ. इसीलिए हमें क्या कभी भी गलत नहीं सोचना चाहिए। मैं एक नर्स हूँ और मुझे पता है कि अगर किसी को किसी भी प्रकार की प्रॉब्लम्स हैं, हमें उन्हें हमेशा पॉजिटिवली बताना है। अगर हम नेगेटिव बातें उनके साथ करेंगे तो उनकी हालत और बिगड़ जाती है। इसलिए हम लोगों को हमेशा अपने आप को पॉजिटिव रखना है। वो हमारे लिए, हमारे शरीर के लिए, हमारी आत्मा के लिए वही सही है। ഈവൻ ദോ അവർ സർജറി മോശമായിട്ടായിരിക്കും അകത്ത്, ഞങ്ങളുടെ ഒറ്റിക്കകത്ത് സർജറി വളരെ ഭയങ്കര പരിതാപകരമായിട്ടായിരിക്കും പോയിട്ടുള്ളത്. പക്ഷെ നമ്മൾ പോസ്റ്റ് ഓഫ് നിന്ന് പേഷ്യന്റ് റിക്കവർ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവർ ആ ജിയിൽ നിന്ന്, അവരുടെ ആ അനസ്തേഷ്യയിൽ നിന്ന് അവർ പുറത്തിറങ്ങുമ്പോൾ അവർ നല്ലതായിരുന്നു, നല്ല കേസായിരുന്നു, ഇന്ന ഇത് ചെയ്താൽ മതി, മീൻസ് നമ്മൾ അവരെ പോസിറ്റീവ്, ഇവൻ നമ്മൾ ശരിക്കും പറയുന്നത് തെറ്റാണ്, കള്ളമാണ് പറയുന്നത് എങ്കിൽ പോലും, പക്ഷെ അവരൊരു നല്ല ഭാവിക്ക് വേണ്ടി, നല്ല ഹെൽത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും അവർക്ക് പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. बेशक ऑपरेशन थिएटर में उनका ऑपरेशन या सर्जरी अच्छा नहीं गया होगा, बुरा नहीं गया होगा। जब वो लोग होश में आते हैं, उनकी बेहोशी की हालत से होश में आते हैं, हम लोग बेशक झूठ बोलते हैं कि अच्छा नहीं हुआ, उसके बावजूद भी हम बोलते हैं कि अच्छा गया, आप बस इतना करोगे तो आप लोग ठीक हो जाएंगे। वो झूठ है, लेकिन उनकी जो फ्यूचर के लिए या उनकी आगे की जिंदगी के लिए वो झूठ जो है वो काफी लाभदायक है। वो जो पॉजिटिव बातें हम लोग जो बोलते हैं, वो उनकी लाइफ को एक जीवन में लेके जाते हैं। സോ അവരെന്താ നന്നായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ എത്ര പേഷ്യൻസ് ആണ് രക്ഷപ്പെടുന്നത്. അവർ നന്നായിട്ട് എന്റെ കേസ് കഴിഞ്ഞു, എന്റെ രോഗം മാറി, എന്റെ സർജറി കഴിഞ്ഞതോടെ, സത്യം ഒന്നും മാറിയിട്ടില്ലായിരിക്കും, പക്ഷെ അവർ ചിന്തിച്ച് അവരെ പോസിറ്റീവ് തിങ്കിങ് അവരെ നല്ലൊരു ഹെൽപ്പിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. और ऐसे बहुत सारे पेशेंट्स हैं जो काफी ज्यादा उनकी हालत खराब थे, लेकिन उनकी थिंकिंग की वजह से, उनकी पॉजिटिव थिंकिंग की वजह से वो जल्दी से जल्दी वो रिकवर होके अपने प्रॉब्लम से वो लोग बाहर आ गए। ऐसे बहुत सारे लोग हैं। അതുപോലെ നമ്മുടെ സ്പിരിച്വൽ ലൈഫും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മൾ എപ്പോഴും ദൈവത്തിൽ നിന്നുള്ളത് മാത്രം ചിന്തിക്കുക. इसीलिए हमारी स्पिरिचुअल लाइफ में भी हम लोग हमेशा पॉजिटिव ही सोचना है। वही बातें हैं जो हमें परमेश्वर के करीब लाते हैं। ഫിലിപ്പിയർ 4:8 വായിക്കാം നമുക്ക്. फिलिपियों की पत्री उसका 4 का 8 हम लोग पढ़ेंगे। നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? हमें क्या क्या सोचनी चाहिए? निदान है भाइयों, जो बातें सत्य है, और जो बातें आदरणीय है, और जो बातें उचित है, और जो बातें पवित्र है, और जो बातें सुहावनी है, और जो बातें मन भावनी है, निदान जो सद्गुण और प्रशंसा की बातें हैं, उन्हीं पर ध्यान लगाया करो. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എന്തിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് വെച്ചാല് നീതിയായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത് വചനമാണ്. വചനത്തിന്മേൽ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യണം. എനിക്കറിയാം, ഈ ലോകത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന, നമ്മുടെ രാഷ്ട്രീയത്തിലായാലും എല്ലാത്തിനും നമുക്ക് അനീതി മാത്രം നമ്മുടെ ചുറ്റും നടക്കത്തുള്ളൂ. പക്ഷെ അനീതിയുടെ ഒപ്പം നിൽക്കാനില്ല. നീതി അവിടെ എങ്ങനെ നീതി കൊടുക്കാം? മറ്റുള്ളവർക്ക് യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നീതി യേശുവാണ്. യേശുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. ബൈബിൾ വചനങ്ങൾ എങ്ങനെ പഠിക്കാം? ഈ അന്ത്യകാലത്ത് നമുക്ക് എങ്ങനെ നിൽക്കാം? സോ ബൈബിൾ പരമായി മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. സത്യമായിട്ടുള്ളത്, എന്തെങ്കിലും ഗുണമായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിനും, സോറി പറഞ്ഞത്. हाँ, इसलिए मैं आप लोगों से कहना चाहती कि हमारी सोच में सबसे पहले यहाँ क्या बताया हुआ है कि सत्य के बारे में हमारे सोच में सबसे पहले आना चाहिए सत्य। सत्य क्या है? केवल वचन ही सत्य है। आजकल हम दुनिया में देखा जाए तो जो भी पॉलिटिक्स है, सब में क्या है, अन्याय हो रहे हैं। हमारे दुनिया के चारों ओर अन्याय हो रहे हैं, लेकिन इस दुनिया में केवल एक ही चीज है जो न्याय है, वो है हमारा प्रभु यीशु मसीह। इसलिए इस अन्याय जगहों में रहते हुए हम परमेश्वर प्रभु यीशु मसीह के बारे में बताना है। हमें हमेशा सत्य सोचना है। सत्य यानी कि प्रभु यीशु मसीह का वचन। ഈ ബൈബിൾ വേർഡ്സ് നിങ്ങൾ പുതിയ പുതിയ പോയിന്റ്സ് ഉണ്ടാക്കണം. ഞാൻ വേഗത്തിൽ പോകാൻ സമയം പൊക്കോണ്ടിരിക്കുവാണ്. നമ്മൾ ചിന്ത എന്ന ഭാഗത്ത് നിന്ന് മാറി ചിന്തയിൽ ബാഡ് തോട്ട്സ്, ഗുഡ് തോട്ട്സ് പറഞ്ഞു വന്നു. അടുത്ത് നമ്മൾ ഫിനാൻഷ്യൽ, ധനം എന്ന കാര്യത്തിലേക്ക് വേഗത്തിൽ കയറാം.
और इन सारी वर्सेस को आप लोग को और ध्यान से पढ़ना, मैं जल्दी से जल्दी भागते जा रही हूँ। और मेरा जो पॉइंट्स है उसके बाद आप लोग अपना पॉइंट्स ऐड करना। सबसे पहले हम लोगों ने कहा, सबसे पहला पॉइंट है कि हमारी सोच सही होनी चाहिए, पॉजिटिव होनी चाहिए। अभी दूसरी पॉइंट है वो है फाइनेंशियल, यानी कि आर्थिक बातें। ഫിനാൻഷ്യൽ ഇത് ഭയങ്കര ഒരു എന്താ പറയാ വലിയൊരു സബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് നിന്നത്. और फाइनेंशियल एक आर्थिक जो स्थिति है, जो बात है, वो हमारे लिए एक बहुत बड़ी बात है. അത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു ഫാമിലി ആയിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും ഒരു ഫിനാൻഷ്യൽ സംഭവം എന്നുള്ളത് ഹാൻഡിൽ ചെയ്യാൻ ഒത്തിരി പാടുപെടുന്നുണ്ട്. അത് വളരെ ദൈവികമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾക്ക് എല്ലാവരും ഫിനാൻഷ്യൽ അത് വരുന്നു പോകുന്നു എന്നാ, പക്ഷെ അത് നന്നായിട്ട് ആത്മീയപരമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഫിനാൻഷ്യൽ. और ये बात है कि फाइनेंस एक आर्थिक स्थिति, इसको मैनेज करना सबसे मुश्किल है. हम लोग क्या है, इसको आत्मिक रीति से इस्तेमाल नहीं करते हैं. हम लोग कहते हैं पैसा आते हैं पैसा जाते हैं. हमें ऐसी नहीं होनी चाहिए. हमारे जो पैसा है हमें इसे सोच विचार के साथ आत्मिक रीति से वचन हमें क्या कहता है उस प्रकार से हमें इस्तेमाल करना चाहिए. നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നവരാണ്. हम लोग सब चाहते हैं कि हमारे जो फाइनेंस है, आर्थिक स्थिति, वो सब सही हो, सब अच्छे से हम लोग उसमें फ्रीली हम लोग जी सके. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്, എന്താ പറയാ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ട്, അതിൽ നിന്നൊരു പ്രൊഫസി കേൾക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്റെ കാര്യം കൂടെ പറഞ്ഞു, എനിക്ക് ഫിനാൻഷ്യൽ ഒരുപാട് സ്ട്രഗിൾ വരുമ്പോൾ കർത്താവ് ഇത് എങ്ങനെ മാനേജ് ചെയ്യും, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷെ ദൈവത്തിന്റെ കാര്യങ്ങൾ അത് വിട്ടുകൊടുക്കണം ആ സംഭവം, എന്നാലേ അതിനകത്തൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കത്തുള്ളൂ. हमारी जो आर्थिक स्थिति है, आर्थिक स्थिति के लिए हम लोग प्रार्थना करते, उपवास करते हैं, और कई बार हम लोग भविष्यवाणी चाहते हैं कि आने वाले समय में हमारे आशीषों के बारे में परमेश्वर ने क्या रखा है. इवन मैं अपने बारे में भी बोलूं तो मेरी जिंदगी में जब आर्थिक स्थितियां जब बिगड़ जाती हैं, मैं खुद भी परमेश्वर के सम्मुख में बैठ के यहाँ मैं ये इच्छा करती कि परमेश्वर हमारी आर्थिक स्थिति सब क्या हो, सब सही चले. ഞാൻ വിചാരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആരും ഭയങ്കര കാശുകാരൊന്നുമില്ല, നമ്മളെല്ലാവരും മീഡിയം ഫാമിലിക്കാരും ഇല്ലാത്തവരൊക്കെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ശരിക്കും സ്പെഷ്യലായിട്ട് പ്രെയർ വരെ നടത്തണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ധനം ഒരു മായ അത്രേ. और मैं जानती हूँ कि यहाँ पे हम सबको पैसे की जरूरत है, फाइनेंशियल नीड्स है, लेकिन हमें अपने पैसे के लिए, फाइनेंशियल के लिए हमें प्रार्थना करना है. ये नहीं बोल रही हूँ कि हमें प्रार्थना नहीं करना है, लेकिन जो पैसा है, पैसा का लोग वो एक माया है. पैसा जो है वो एक माया है. സഭാപ്രസംഗം എക്ലീഷ്യൻസ് 5:10 ഇങ്ങനെ ശലോമൻ പറയുന്നുണ്ട്, അത് വായിക്കണം. सबोपदेशक उसका 5:10. सबोपदेशक उसका 5:10 हम लोग पढ़ेंगे. അവിടെ പറയുന്ന വെച്ച് ദ്രവ്യം അല്ലെങ്കിൽ മണി കിട്ടുന്ന മണിയിലേക്ക് മീൻസ് ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. ഒരിക്കലും പൈസ അല്ലെങ്കിൽ ക്യാഷ് ഒരിക്കലും നമുക്ക് എത്ര കിട്ടിയാലും തൃപ്തി വരത്തില്ല. നമുക്ക് ഒരിക്കലും തൃപ്തി വരാത്ത ഒന്നാണ് ഈ മണി എന്ന് പറയുന്നത്. यहाँ पे जो धन के बारे में बताई है, धन वो चीज है, हमें चाहे जितने भी हम लोग प्राप्त करें, लेकिन हम कभी भी उस चीज में तृप्त नहीं होंगे. എത്ര കിട്ടിയാലും മതി വരാത്തതൊന്നും ആയതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പന്മാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എന്റെ അപ്പൻ ഇങ്ങനെ എനിക്ക് പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ കാണുന്ന എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങാനും പാടുള്ളൂ, അത് നമുക്ക് ഉപയോഗപ്പെടുത്തുള്ളൂ. हम सबको पैसे की जरूरत है, हमारे बाप दादों को भी, सबको है. और मेरा जो पापा इस प्रकार कहता है, इस दुनिया में जो कुछ भी चीज हम देखते हैं, हमको सब कुछ चाहिए, लेकिन हम उन सारी चीजों की ओर ध्यान देना है, उन सारी चीजों को हम लोग लेना है जिनकी हमें जरूरत है. മത്തായി 6:24 വാക്യം നമുക്കൊന്ന് വായിക്കാം. मत्ती रचित सुसमाचार 6:24 से हम लोग पढ़ेंगे. कोई मनुष्य 2 स्वामियों की सेवा नहीं कर सकता, क्योंकि एक से बैर और दूसरे से प्रेम रखेगा, या एक से मिला रहेगा या दूसरे को तुच्छ जानेगा. तुम परमेश्वर और धन दोनों की सेवा नहीं कर सकता.
നമ്മൾ പറയുന്നത് രണ്ട് ദൈവത്തെ ഒരുപോലെ സേവിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. इधर इस प्रकार लिखा है कि दो स्वामियों को की सेवा हम लोग एक साथ नहीं कर सकते हैं. ഇവിടെ പറഞ്ഞ മാമോനെയും ദൈവത്തെ, അതായത് മണിയെയും ദൈവത്തെ നമുക്ക് ഒരുപോലെ സ്നേഹിക്കാൻ കഴിയില്ല. इधर इस प्रकार लिखा है परमेश्वर और धन दोनों की सेवा हम लोग नहीं कर सकते. ഒരാളെ സ്നേഹിക്കും, ഒരാളെ നമുക്ക് പകയ്ക്കേണ്ടി വരും. एक को हमें प्यार करना पड़ेगा और दूसरे को हमें त्यागना पड़ेगा. താഴോട്ട് ഇവിടെ ദൈവം തന്നെ അത് പറയുവാണ്, യേശു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മള് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തിന്നാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി തിന്നണം. മനസ്സിലായോ? और यहाँ पे यीशु मसीह ने खुद भी कहा है कि जो एक से जो मिला रहेगा और दूसरे को तुच्छ जाने का. हमारे मलयालम में कहावत है, क्या है? തിന്നാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി തിന്നണം. खाने के लिए जीना नहीं है, जीने के लिए आपको खाना है. ഓക്കെ, നമ്മളെ തിന്നാൻ വേണ്ടി എനിക്ക് കാശുണ്ടാക്കണം, എനിക്ക് തിന്നണം, എന്റെ ഫ്യൂച്ചർ ഇങ്ങനെയുണ്ട് ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടി നമുക്ക് ലോകത്ത് ജീവിച്ചേ പറ്റൂ. ജീവിക്കാൻ പറ്റിയുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് ആഹാരം, വസ്ത്രം, പൈസ. ഇങ്ങനെ ആ ഒരു തോട്ട് നമ്മുടെ എല്ലാ ഹൃദയത്തിലും ഉണ്ടാകണം. हमें कभी भी खाने के लिए हमें जीना नहीं कि मुझे ये खाना है, मुझे वो खाना है, उसके लिए हमें जीना नहीं. हमें जीने के लिए, हमें आगे बढ़ने के लिए हमें, क्योंकि खाना जो है वो एक बेसिक नीड है, हमारी जो दिन प्रतिदिन की नीड है, हमें उसको उसी तरह सोच के हमें आगे बढ़ना चाहिए. നിങ്ങൾ ഇവിടെ മൊത്തം വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വിടുവാണ്. 24 തൊട്ട് അവസാനം വരെ നിങ്ങൾ മനസ്സിരുത്തി വായിച്ച് നിങ്ങൾ അതിനകത്ത് തന്നെ ഒരു നോട്ട് ഉണ്ടാക്കണം. इधर पूरा पढ़ने के लिए हमारे पास वक्त नहीं है, इसलिए आप लोग जब मीटिंग खत्म हो जाएंगे, आप लोग इसको ध्यान से बैठकर पढ़ना और इसके ऊपर आप लोगों ने खुद नोट्स बनाना है. ഈ വചനത്തിൽ പറയുന്നത് ഒരിക്കലും പൈസ നമ്മുടെ ദൈവമായി മാറരുത്. इस वचन में इस प्रकार लिखा है कि कभी भी पैसा जो है वो परमेश्वर का स्थान लेने नहीं चाहिए. നമുക്ക് വേണ്ടിയുള്ള ദൈവം കരുതും. हमारे लिए जो है वो परमेश्वर हमें देता है. ഏലിയാവിന് വേണ്ടി തക്ക സമയത്ത് കാക്കി വിട്ട് ആഹാരം കൊടുത്തതുപോലെ ഏത് പ്രതിസന്ധി നമുക്ക് അത്യാവശ്യമുള്ളത് കർത്താവ് കരുതിക്കൊള്ളും. जिस प्रकार से एलिया को जब जरूरत था, कौवा को भेजकर परमेश्वर ने उसे चलाया, उसी प्रकार हमें जब जरूरत होगा, सही समय पर परमेश्वर हमारे लिए सब कुछ पूरा करेगा. എന്താ വിശ്വാസം പോരെ? क्या ऐसा एक विश्वास हमारे लिए काफी नहीं है? ഏലിയാവിന് പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ലേ? क्या जो परमेश्वर एलिया के लिए जिस परमेश्वर ने किया, क्या वो परमेश्वर हमारे लिए नहीं करेगा? നമുക്ക് വേണ്ടി അതാണ് വിശ്വാസം. करेगा, हमारे लिए करेगा, वही है एक विश्वास. അടുത്ത സ്റ്റെപ്പ് എന്താ വെക്കണം എന്ന് എനിക്കറിയപ്പെടുന്ന പലരും ഫിനാൻഷ്യൽ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. अगला स्टेप क्या लेना है, क्या कदम लेना है, मुझे पता है यहाँ पे जो लोग बैठे हैं फाइनेंशियली हम लोग काफी ज्यादा स्ट्रगल कर रहे हैं. പക്ഷെ അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത് കർത്താവ് അപ്പം കരുതിക്കൊള്ളും. लेकिन नेक्स्ट स्टेप हम लोग रखेंगे, परमेश्वर तब हमारे लिए पूरा करेगा. എല്ലാം ഒന്ന് കാണിച്ച് നമ്മൾ എന്താ ഭയങ്കര നിഗളിച്ചു പോകും, എല്ലാം കാണിച്ചു തന്നെ. क्योंकि अगर परमेश्वर सब कुछ ദൈവം കാണിക്കാതിരിക്കുന്നത്, क्योंकि सब कुछ परमेश्वर अगर हमें दिखाएंगे, देंगे, तो हम लोग क्या हो जाएंगे, हम लोग घमंड करने शुरू हो जाएंगे. इसलिए परमेश्वर हमें पहले से ही हमें ये नहीं दे रहा है. നിങ്ങൾ സ്വയം ചിന്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മളോട് കരുതിയില്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ, പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ കൂടെ കർത്താവ് നൂലെ കെട്ടി ഇറക്കുമെന്നൊക്കെ പറയുന്ന പോലെ കർത്താവ് ഇറക്കിയില്ലേ? और हम लोग अपनी पिछली लाइफ को हम लोग देखेंगे तो हम लोग समझ सकते हैं कि किस प्रकार से हमारी एक एक परिस्थिति में परमेश्वर ने, चाहे जो भी परिस्थिति हो, मुश्किल हालातों में परमेश्वर ने, उस हालातों में से परमेश्वर ने हमें बाहर निकाला. തുടർന്ന് ദൈവം നമ്മളെ നടത്തും. आगे भी परमेश्वर हमारी अगुवाई करेगा. ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഡൽഹി ക്യാമ്പിൽ ഞാൻ ജസ്റ്റ് എന്റെ ഫിനാൻഷ്യൽ കർത്താവ് എന്നെ നടത്തിയ എന്റെ പഠിത്തകാലം ദൈവം നടത്തിയൊരു ടെസ്റ്റിമണി പറഞ്ഞ് നിങ്ങളെല്ലാം ഓർക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. और मैं आशा करती हूँ कि जो लास्ट दिल्ली कैंप में मैंने जो अपनी पढ़ाई के टाइम जो मैंने फाइनेंशियली स्ट्रगल किए थे, वो सारी बातें आप लोगों को याद है. मैं ऐसा ही आशा करती हूँ. നമുക്ക് വേഗം മുന്നോട്ട് വേണ്ട, 7:30 ആവാൻ പോവാണ്. 1 തിമോത്തിയോസ് 6:18. तीसरा तिमोथी उसका 6, फर्स्ट तिमोथी 6:17 and 18. फर्स्ट तिमोथी का 6, 17 and 18. 17 and 18. इस संसार के धनवानों को आज्ञा दे
कि वे अभिमानी न हो और चंचल धन पर आशा न रखे, परंतु परमेश्वर पर जो हमारे सुख के लिए सब कुछ बहुतायता से देता है। വായിച്ചു 18 വായിച്ചു. 18 वे भलाई करे और भले कामों में धनी बने और उदार और सहायता देने में तत्पर हो. ഇവിടെ പറഞ്ഞ ലോകത്തിലുള്ള ധനവാന്മാരുടെ കൂടെ ഉന്നത ഭാവത്തിൽ ഇരിക്കാനൊന്നും അല്ല ദൈവം നമ്മളെ വിളിപ്പിച്ചത്. यहाँ पे इस प्रकार लिखा है कि इस संसार के धनवानों के साथ अभिमानी बनने के लिए, उनके जैसे अभिमानी बनने के लिए नहीं परमेश्वर ने हमें बुलाया. ഗവൺമെന്റ് കാണിക്കാൻ എനിക്ക് കുറെ പൈസ വന്ന് ഞാൻ ഗവൺമെന്റ് കാണിച്ചാൽ ഇരിക്കാനല്ല കർത്താവ് നമുക്ക് പൈസ തരുന്നത്. ദൈവം അതിനല്ല, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അതിനുള്ളതല്ല. अगर परमेश्वर ने हमें कुछ पैसा दिया है तो उसमें घमंड करने के लिए नहीं परमेश्वर ने हमें बुलाया, हमें उसके लिए नहीं परमेश्वर ने हमें चुना. നമുക്കിതെല്ലാം ധാരാളമായി തരുന്ന ദൈവത്തിൽ മാത്രം ആശ വയ്ക്കുവാനും നന്മ ചെയ്യുവാനും നല്ല പ്രവർത്തികൾ സമ്പന്നരായി ദാനശീലമുള്ളവരായിരിക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. बल्कि सब कुछ बहुतायत से देने वाला परमेश्वर के लिए भलाई करे और भले कामों में धनवान बने और उद्धार और सहायता देने में तत्पर होने के लिए परमेश्वर ने हमें बुलाया है. ദാനശീലമുള്ളവർ, മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കും. ഞാൻ പറയാം, എനിക്ക് 50,000 കിട്ടിയിട്ട് ഞാൻ 5,000 കൊടുക്കാനല്ല ഇരിക്കുന്നത്. ഉള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ, അതൊരു നീതി പ്രവൃത്തിയാണ്. और यहाँ पे भले काम करने के लिए, ये नहीं है कि मेरे पास अगर 50,000 आ गया तो मैं 5,000 रुपए किसी को दूं, ऐसा नहीं. परमेश्वर ने हमें भले काम के लिए, भलाई करने के लिए कहा, यानी कि हमारे पास जो है उसमें से देने के लिए परमेश्वर ने हमें कहा. ഔദാര്യമായി കൊടുക്കണം. ഔദാര്യമായി, നമ്മൾ ദശാംശം കൊടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഔദാര്യമായി കൊടുക്കണം. എനിക്ക് കിട്ടിയത് ഞാൻ ഔദാര്യമായി മറ്റുള്ളവർക്ക് കൊടുക്കണം. എന്റെ ഇന്റൻഷൻ അത് നല്ലതായിരിക്കണം. ഔദാര്യം എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ഇന്റൻഷൻ നല്ലതായിരിക്കണം. ഞാൻ കൊടുക്കുന്നതില് ഇപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ അനന്യാസിന്റെ സവീറ കാര്യം പറയാം. നമ്മുടെ ഇന്റൻഷൻ കറക്റ്റ് ആയിരിക്കണം. ഒരു സാധനം കൊടുക്കുമ്പോൾ, ഒരു ദാനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഔദാര്യമായി കൊടുക്കുക വെച്ചാൽ മനസ്സറിഞ്ഞു കൊടുക്കണം നമ്മള്. और हम लोग जब दूसरों को देते हैं, हमें अपने हृदय से, दिल से देना है. हम लोगों को प्रेरितों के काम में हम लोग एक एग्जाम्पल देख सकते हैं, अनन्या और सफीरा. उनके जैसा नहीं, हम लोग जब किसी को देंगे हमें दिल खोलकर, खुले दिल से हम लोगों को दूसरों की भलाई करना है. നമ്മുടെ നാട്ടിൽ നമ്മട്ടെ പോലെ ഇങ്ങോട്ട് പോരട്ടെ എന്നല്ല, നമ്മൾ അങ്ങോട്ടോടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്രതിഫലം ഉണ്ടാവുന്നത്. ऐसा नहीं है कि हमें बस आते जाए, मिलते जाए, ऐसा नहीं. केवल मिलने वाले नहीं, जब हम देने वाला बनेंगे तब हम लोगों की जिंदगी में फल ला सकते हैं हम लोग. അതൊരു ഘടകമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകാൻ പറ്റിയൊരു ഘടകമാണത്. वो एक स्टेप है हमारे जो फाइनेंशियल बढ़ोतरी के लिए, आगे बढ़ने के लिए, वो एक कदम है, वो आगे बढ़ने के लिए. അതിൽ ആ വാക്യങ്ങൾ നിങ്ങൾ ഫുള്ള് നന്നായിട്ടൊന്ന് വായിക്കേണ്ട ആവശ്യമാണ്. ये जो वाक्य है, इसको आप लोग ध्यान से पढ़ना, ये बहुत जरूरी है. അതുകൊണ്ട് നമുക്ക് വരും കാലത്ത് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും നമുക്ക് അടിസ്ഥാനം കിട്ടും. അതായത് നമ്മുടെ ക്രിസ്ത്യ ലൈഫിൽ വലിയൊരു അടിസ്ഥാനമാണ് ഈ ഫിനാൻഷ്യൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത്. और आगे हम लोग पढ़ सकते हैं कि और आगे के लिए अच्छी नींव डाल रखे कि सच्चे जीवन के वश में ബേസ്മെന്റ് ഇടുകയാണ് നമ്മൾ ക്രിസ്ത്യാനിത്തിൽ ആ ലൈഫിൽ നമ്മളൊരു അടിസ്ഥാനമാണ് ഈ നമ്മള് ഔദാര്യമായി കൊടുക്കുന്നതും നീതി ചെയ്യുന്നതും. ഇതൊക്കെ ഒരു അടിസ്ഥാനമാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ. और जब हम लोग भलाई करते हैं, भलाई करते समय क्या, हम अपनी क्रिश्चियन लाइफ में, हमारी जो मसीह जिंदगी में हम लोग क्या करते हैं, नींव डालते हैं. പലപ്പോഴും നമ്മൾ ദാരിദ്ര്യത്തിന്റെ കാര്യങ്ങളാ പറഞ്ഞത്. ദാരിദ്ര്യം എനിക്കില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഉണ്ട്, എനിക്കുള്ളത് കൊടുക്കുക, അവിടാണ് നിനക്ക് ഫിനാൻഷ്യൽ ഒരു എന്താ പറയുക മുന്നോട്ടുള്ളത്. എന്റെ ലൈഫിലെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. हम लोग कई बार क्या चाहते हैं, हम लोग अपनी गरीबी की अवस्था को हम लोग बताते हैं कि हमारे पास नहीं है, लेकिन जो हमारे पास है उसमें से हम लोग जब करेंगे तो हमें आत्मिक बढ़ोतरी, हमारी जो फाइनेंशियल आर्थिक बढ़ोतरी है वो हमारी जिंदगी में आएंगे. അത് ധനത്തിൽ മാത്രമല്ല ആത്മാവിൽ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥനയിൽ എന്ത് കാര്യമല്ല, നീ കൊടുക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. നിന്റെ ഒരു വാക്കുകളായിരിക്കും. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് സംസാര ഭോഗങ്ങൾ. ചിന്ത കഴിഞ്ഞു, ധനം കഴിഞ്ഞു, അടുത്താണ് സംസാര ഭോഗങ്ങൾ എന്ന വിഷയം.
और हम लोग क्या केवल आर्थिक बातें ही नहीं, बल्कि कई बार होता है कि सिर्फ मेरे लिए प्रेयर करो, मेरे लिए प्रेयर करो, ऐसे नहीं। हम अपने लिए भी प्रेयर करवाना है, हमें दूसरों के लिए भी प्रार्थना करना है। और हमारी एक प्रेयर से, हमारी एक बातों से क्या होते हैं, दूसरे के ऊपर एक अच्छी प्रभाव डालते हैं। हम लोगों ने अभी 2 बातों को पढ़ा। सबसे पहले हमने सोच के बारे में पढ़ा, दूसरा अभी हम लोग आर्थिक के बारे में पढ़ा, तीसरा हम लोग हमारी ചേച്ചി എന്താണ് സംസാര ഭോഗങ്ങൾ. ഭോഗങ്ങൾ ലൂക്കോസ് 8:14 പറയുന്ന പോലെ സംസാര ഭോഗങ്ങൾ അല്ലെങ്കിൽ പ്ലഷേഴ്സ്. മനസ്സിലായില്ല. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് വാക്യം എടുത്തില്ലടാ, ലൂക്കോസ് 8:14. हमारी जो संसार की अभिलाषाएं, संसार की अभिलाषाएं, സംസാര ഭോഗങ്ങൾ, പ്ലഷേഴ്സ്, സംസാരം നമ്മുടെ നാവ് കൊണ്ട് എങ്ങനെ പറഞ്ഞു. ओके हमारी जो बातों से, हमारी जो लालसाएं, दूसरों के लिए जो लालसाएं, हमारी बातों से जो लालसाएं होती हैं, उसके बारे में हम लोग अभी पढ़ेंगे. നമ്മുടെ ആനന്ദങ്ങൾ, നമ്മുടെ സന്തോഷങ്ങള്, लक्ष्य ഇതൊക്കെയാണ് നമ്മുടെ വാക്തത്വങ്ങളെ നമ്മൾ മുള്ളിനടിയിൽ ഇരുത്താൻ ചില കാര്യങ്ങളാണ് ചിന്ത, ധനം, സംസാര ഭോഗങ്ങൾ അല്ലെങ്കിൽ പ്ലഷേഴ്സ് എന്ന് പറയുന്നത്. और तीसरा जो बात है वो एक खुशी, हमारी जो बातों से जो है हमें जो खुशी मिलती है, उसके बारे में हम लोग पढ़ेंगे. അതായത് ഇംഗ്ലീഷ് പ്ലഷേഴ്സ് എന്ന് പല അർത്ഥങ്ങളുണ്ട്. ശരീരത്തിന്റെ സന്തോഷം, മനസ്സിന്റെ സന്തോഷം, അതിനകത്ത് തന്നെ സെക്ഷൽ സന്തോഷങ്ങൾ വരുന്നത്, പല കാര്യങ്ങളാണ്, പല ഘട്ടങ്ങളുണ്ട്. നമ്മളെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് 2-3 വാക്യം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. और जो हम प्लेजर्स के बारे में बात करते हैं, दूसरों को जो है वो एक खुश, चाहे वो शारीरिक प्लेजर हो, वो शरीर को मिलने वाले सुख हो या बातों से मिलने वाला सुख हो, बहुत सारे उसके अर्थ होते हैं. उन सारे बातों को हम लोग आगे अभी पढ़ेंगे. ചിലർക്ക് സംസാരിച്ചിരിച്ച് സമയം കളയാനും സംസാരത്തിൽ ഇരുന്ന് സന്തോഷിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ജോക്ക് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കാൻ ഇഷ്ടമാണ്. ചിലർക്ക് ചുമ്മാ ഇരുന്ന് മീഡിയയിൽ ഓരോ വാർത്ത കേൾക്കാൻ ഇഷ്ടമാണ്. എന്താ പറയുക, നമ്മുടെ സമയമെല്ലാം വേസ്റ്റ് ആക്കുക. ഞാൻ പറഞ്ഞ ഇതൊക്കെ നമ്മൾ പറഞ്ഞ വാക്തത്വങ്ങളെല്ലാം ഒരു മുള്ളിനടിയിൽ പോകാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. और जो तीसरी बात है वो जो हमारी बातों की जो है सुख, दूसरों से बातें सुनने का हमें सुख है. हम लोग मीडिया के द्वारा हम लोग जो कुछ भी हम लोग जो आगे सामने वाला कुछ बोलते हैं, हम लोग बातों में लगे रहते हैं. हमें बातें करने में जो सुख है, हम अपने समय को क्या करते हैं, हम लोग बर्बाद करते हैं. इन सब बातों को हम लोग आगे पढ़ेंगे. हम लोग पढ़ते आ रहे हैं जो बातों के द्वारा हम लोगों को जो सुख महसूस होता है. അത് ലോകപരമായ പല സന്തോഷങ്ങൾ, ആനന്ദങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടുകയാണ്. हम लोग जो दुनिया के लालसाओं के बीच में, दुनिया हमें जो सुख देती है उसके पीछे हम लोग भागते हैं. എസ്പെഷ്യലി ചെറുപ്പക്കാർ മാത്രമല്ല, ഒരു പ്രായം ചെന്നവരെ പോലും, ഞാനിത് ഓപ്പൺ ആയിട്ട് പറയാണ്, സെക്ഷൽ കാര്യങ്ങൾക്ക് വേണ്ടി, അത് കാണാൻ വേണ്ടി മീഡിയ തുറന്ന് അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ പാസ്റ്റേഴ്സ്മാർ ഉൾപ്പെടുന്ന പല കൂട്ടങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വിട്ടോടുവാൻ പരിശുദ്ധാത്മ പ്രബോധിപ്പിക്കുകയാണ് നമ്മളെ. और जो है केवल जवान लोग ही नहीं, बल्कि बहुत सारे लोग जो एज है, मिडिल एज लोग है, बहुत सारे पास्टर्स लोग है, जो ऐसे मैं खुलेआम बताना चाहती हूँ कि जो सेक्सुअली बातों के लिए उनको वो सुनना पसंद है, वो लोग उनको उन सारी बातों को देखना पसंद करते हैं. आजकल ये सारी चीजें हो रही है और हमें उन सबसे भागने के लिए, दूर रहने के लिए पवित्र आत्मा हमारी सहायता करती है. ഞാൻ ഒരു OT സ്റ്റാഫാണ്. എന്റെ അടുത്തിരുന്ന് എന്റെ ചെറിയ 10-20 വയസ്സുള്ള കുഞ്ഞു പിള്ളേരാ. പക്ഷെ പ്രായം പോലും നോക്കാതെ അവർ ഓപ്പൺ ആയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എന്റെ ഹൃദയം ദുഃഖിക്കണം. അവർക്ക് ഒരു നാണമില്ല. അവർ കുല്ലാ സംസാരിക്കുന്നത്. അതിലൊരു സന്തോഷം കൊണ്ട് മണിക്കൂറുകൾ സംസാരിക്കുവാണ്. കേസിനിടയ്ക്കായാലും എനിക്കതൊക്കെ കാണുമ്പോൾ ദുഃഖം തോന്നുക. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മൾ ആരും ഇതിനകത്ത് വീണു പോരുത്, അതിനകത്തൊരു അഭിപ്രായം പറയാൻ പോലും പോകരുതെന്ന് പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. और मेरे जो है जॉब में या इर्द गिर्द में बहुत सारे बच्चों को, 10, 11, 12 साल के बच्चों को, वो जो गलत बातें बोलते हैं, गलत बातें सुनते हैं, उनको उन सारी चीजों में मजे आते हैं. लेकिन मैं आप लोगों को पवित्र आत्मा में प्रेरणा देती हूँ कि हमारे आगे वाले या हमारे लोगों के बीच में, हमारे बच्चों के बीच में ऐसी कोई भी बातें होने ना देना है.
ഞാൻ ആ ഭാഗ്യം അങ്ങനെ ഒഴിവാക്കണം. എഫേസ്യർ 4:29 നിങ്ങൾ എഴുതി വായിക്കണം. നല്ല വർത്തമാനം പറയും, മറ്റുള്ളവർ സന്തോഷമുള്ളവർ, അവരെ ആത്മീയമായി ഉണർത്തുന്ന കാര്യങ്ങൾ പറയാ. പ്രോവർബ്സിൽ ഇങ്ങനെ വാക്യം പറയുന്നു, നല്ല വർത്താനം പറയും, നല്ല ചിന്തകൾ നിന്റെ അസ്ഥികളെ തണുപ്പിക്കുന്ന വാക്യമുണ്ട് इसलिए സദൃശ്യവാക്യം. परमेश्वर के वचन में, इफिसियों की किताब में भी इस प्रकार लिखा है कि ऐसी बातें बोलो जो दूसरों की आत्मा को शांति पहुंचाए, जो उनको अच्छा लगे. മൂന്ന് കാര്യങ്ങൾ സംസാരിച്ചു. ധനം, ചിന്ത, സംസാര ഭോഗം. ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് തൊട്ട് വെച്ചു. നിങ്ങൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് കഴിഞ്ഞ് അടുത്ത കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? और हम लोगों ने अभी 3 बातों के बारे में पढ़ा. सबसे पहले हमारी चिंता के बारे में, दूसरा हमारी आर्थिक के बारे में, तीसरा हमारी जो बातों में हमें सुख विलास एक अभिलाषाएं हमारे अंदर पैदा होती है, उसके बारे में हम लोगों ने पढ़ा. इन सारी चीजों को हम लोग कोशिश करते हैं कि अपने लाइफ से हम लोग दूर रखें. ഇതൊക്കെ കോമൺ ആണ്. നമ്മളെല്ലാം ഒത്തിരി വചനം കേൾക്കുന്നവരും കുറെ പ്രസംഗം കേൾക്കുന്നവരും ഇതിനെ പറ്റിയൊക്കെ നമുക്കൊരു വിധം ധാരണ ഉള്ളവരാ. എന്നാൽ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് നിർത്തി പോകുന്നതും. ये सब बातें जो है ये हमारे लिए आम है, हम लोगों ने बचपन से सुनते आ रहे हैं, और हम इन चीजों को कंट्रोल करने के लिए हम भी बहुत कोशिश करते हैं. इसलिए मैं इन सारी चीजों से अभी जल्दी भाग रही हूँ. പക്ഷെ എന്നാലും നമ്മുടെ ഗ്രാഫിൽ ECG പോകുന്നത് പോലെയാണ്. കറക്റ്റ് ആയിട്ട് ये ഇങ്ങനെ സ്ട്രേറ്റ് ലൈനിൽ പോകണം. ഒരിക്കലും നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഇങ്ങനെ പീക്ക് ലെവലിലോട്ട് പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം വീണ്ടും വരും, പിന്നെ ഒരു ഫാസ്റ്റിംഗ് ഇരിക്കും, പിന്നെയും പോകും, പിന്നെയും വരും. ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ. हम लोगों को ये सब पता होने के बावजूद भी हमारा जो ECG है, उसमें जो ग्राफ होते हैं, हमारा ग्राफ क्या है, कभी ऊपर कभी नीचे कभी ऊपर, वो कभी भी एक ऊपर की तरफ नहीं जाते हैं. हमेशा अगर हमारे विश्वास ऊपर जा रहे हैं, तो अचानक से क्या हो जाते हैं, वो नीचे हो जाते हैं. हमारी लाइफ इसी तरह कभी ऊपर कभी नीचे, ऐसे हमारी लाइफ चलती जा रही है. ചിലരൊക്കെ പിന്നെ നെയ്ച്ച് താഴെ പോവാ, പിന്നെ പിടികിട്ടാത്ത രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, താഴോട്ടാ പോകുന്നത്. लेकिन कुछ लोगों का ऐसा हालत है कि अगर एक बार नीचे गया तो हमें पता भी नहीं चलता है कि वो नीचे को ही चल रहे हैं. उनको भी खुद नहीं पता है कि उनकी जो पीक, वो जो ग्राफ है, वो किस प्रकार से नीचे गिरती जा रही है. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പോയിട്ട് നേരെ പോയി, ഇപ്പം കുതിച്ചു വരും, പക്ഷെ നേരെ പോയി എന്ന് പോകുമെന്ന് അറിയത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് അറിയാം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്നത്. എനിക്കൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ഇത് എന്ന് കയറി വരും, ഞാൻ മാസങ്ങളായിട്ട് നോക്കിയിരിക്കും. जो लोग स्टॉक मार्केट करते हैं उनको समझ में आता है कि कई बार क्या हो जाता है, उनका जो है वो ऊपर को चले जाते हैं और जगदम से वो नीचे चले जाते हैं, और हम लोग बस यही इच्छा में रहते हैं कि वो ये कब ऊपर जाए. ആ ഒരു അവസ്ഥ പലപ്പോഴും സ്പിരിച്വൽ ലൈഫിൽ ഈ പറഞ്ഞ എനിക്കും നിങ്ങൾക്കെല്ലാം വരുന്ന ഒരു സംഭവമാണ്. और वही एक चीज हम सबके लाइफ में, इवन आपके लाइफ में हो, मेरे लाइफ में हो, ऐसी सारी बातें हमारी लाइफ में होती रहती है, आती रहती है. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റാബിറ്റിന്റെ കഴിവും മിടുക്കും എല്ലാ സാമർത്ഥ്യവും ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മളെക്കാൾ ടീച്ചർ നിന്നവർ മുമ്പേ ഓടുവാണ്. എന്തുകൊണ്ട്? जिस प्रकार से मैंने शुरुआत में एक कहानी में बताया था कि रैबिट और खरगोश की कहानी, रैबिट के अंदर वो खरगोश के अंदर जो है वो पता है उसको मेरे अंदर क्षमता है कि मैं इस दौड़ को जीत सकूं, लेकिन उसके पीछे जो था वो उसके आगे निकल गया. हमारे लाइफ में भी ऐसे है, हमें पता है कि हमारे अंदर वो क्षमता है, स्टिल हमारे जो पीछे थे वो सब आगे निकल गए. നമ്മുടെ പല ചിന്തകൾ, പല പല സംസാര വിഷയങ്ങൾ, ഇതൊക്കെ നമ്മളെ പിന്നിലോട്ട് വലിക്കുവാണ്. हमारी हमारी चिंताएं, हमारी वो बातें, हमारी सोच विचार, ये सब चीजें हमें पीछे को लेके जा रही है. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മുന്നേറാം? ഒരു हम इन सब चीजों को हम लोग कैसे उनका पार करें, हम ओवरकम कैसे करें? നമുക്കറിയാം, ഡെയിലി പ്രാർത്ഥന ചെയ്യണം, വചനം ധ്യാനിക്കണം, ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? हम इन सब को ओवरकम करने के लिए हमें डेली प्रेयर करना पड़ता है, हमें डेली प्रार्थना करना, वचन पढ़ना पड़ता है. हम लोग चाहते भी है कि हम ये सब करें, लेकिन हम लोग कर नहीं पा रहे. वो क्यों नहीं कर पा रहे? അതിനു വേണ്ടിയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. इसीलिए परमेश्वर ने हमें पवित्र आत्मा, इसलिए परमेश्वर ने इन सब बातों को प्राप्त करने के लिए परमेश्वर ने हमें पवित्र आत्मा दिया है. പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ജയിക്കാൻ കഴിയും. अगर पवित्र आत्मा की सहायता हमारे अंदर है, तो हम लोगों के जीवन में जो कुछ भी हो, उसमें जीतने के लिए परमेश्वर हमें सहायता मदद करेगा. ഡെയിലി പ്രാർത്ഥിക്കണം, ഡെയിലി വചനമില്ലാത്തൊരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. इसलिए हमें डेली प्रार्थना करना है, डेली वचन पढ़ना है. वचन के बिना हमारी जिंदगी अधूरी है, वो नहीं चलेगी.
കാരണം അന്ത്യകാലത്ത് നിങ്ങളെ വഴിതെറ്റിക്കാണ്ട് നിങ്ങളുടെ ആ കാഴ്ചപ്പാടിനെ മാറ്റാൻ വേണ്ടി പല കള്ളപ്രവാചകന്മാരും പലതും ഇറങ്ങും. പക്ഷെ വചനത്തിൽ അടിസ്ഥാനം ഉണ്ടെങ്കിൽ നിങ്ങളെ തെറ്റിക്കാൻ ആർക്കും കഴിയത്തില്ല. क्यों हमें वचन में बढ़ना जरूरी है? क्योंकि अंतिम समय में हमारे विश्वास, हमारे जो वचन का हमारा ज्ञान है, उसमें से हमें भटकाने के लिए गलत अभिषक्त लोग, अब गलत प्रोफेट्स, गलत लोग खड़े होंगे। अगर हम लोग अपने वचन में पके हैं तो कोई भी हमें भरमाने नहीं पाएगा। हमारे जो वचन में है हम लोग स्थिर रहेंगे। നമുക്ക് എന്താ പറയുന്നത്, ഞാൻ പറയാം, ഗ്രാഫ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ചെയ്യേണ്ടത് ഏറ്റവും വലിയൊരു കാര്യം ചെയ്തത്, ഞാൻ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ അത് രക്ഷിക്കുന്നുണ്ട്. താങ്ക്സ് പ്രയർ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്നത് ഭയങ്കര സംഭവമാണ്. और उस चीज को ओवरकम करने के लिए हमारे ग्राफ को कभी गिरने ना दे, और ऊपर को अगर हम लोग रखना चाहते हैं, ऊपर को बढ़ना चाहते हैं, तो मेरी लाइफ से जो मेरी जिंदगी को बदल रही है, मैं अपनी पर्सनल एक्सपीरियंस के साथ आप लोगों को शेयर करना चाहती हूँ कि हमें क्या करना है। हमें अन्य भाषाओं में प्रार्थना करना है। നിങ്ങൾ ഒരു ദിവസത്തെ ഒരു നടക്കുമ്പോഴും പോകുമ്പോഴും കൂടാതെ നിങ്ങൾ ഒരു 5 മിനിറ്റ് എങ്കിലും അന്യഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ലൈഫിന് ഒരു ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കും. നിനക്ക് ആ സ്പിരിച്വൽ ഗ്രാഫിലോട്ട് മേലോട്ട് തന്നെ കയറി പോകാൻ ദൈവം സഹായിക്കാം. अगर आपके लाइफ में आते समय जाते समय अगर आप लोग दिन के 5 मिनट यदि अन्य भाषा में प्रार्थना करेंगे, तो हमारा जो विश्वास की जो ग्राफ है उसमें हम लोग ऊपर जा सकते हैं। അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ദിവസം മുഴുവൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന നിന്റെ വേണ്ടാത്ത ചിന്തയിൽ നിന്ന്, വേണ്ടാത്ത സംസാരത്തിൽ നിന്ന്, നിന്റെ ധനത്തെ പറ്റിയുള്ള ചിന്തയിൽ നിന്ന്, വേണ്ടാത്ത പല കാര്യങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിക്കും. अगर हम लोग अपनी जिंदगी, अगर हमारे दिन में हम लोग उस चीज को कंटिन्यू करते रहेंगे, तो हमारे अंदर की जो बेकार की चिंताएं हैं, जो चिंताएं हमारे अंदर नहीं आनी चाहिए, जो सोच हमारे अंदर नहीं चाहिए, जो बातें हमारे अंदर नहीं चाहिए, वो अपने आप हमारे लाइफ से निकल जाएगा। നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ മാത്രമല്ല അന്യഭാഷ പറയേണ്ടത്, അത് എപ്പോഴും പറയേണ്ട കാര്യം. കാരണം ശത്രുവിന് അറിയാൻ വയ്യാത്തൊരു ലാംഗ്വേജ് ഉള്ളത് അന്യഭാഷ മാത്രമേ ഉള്ളൂ. केवल हम आराधना के बीच, चर्च के बीच ही नहीं अन्य भाषा बोलना, हम लोग हमेशा अन्य भाषा बोलते रहना है, क्योंकि अन्य भाषा ही एक ऐसा भाषा है जो शैतान नहीं जानता। അത് നമ്മുടെ ആത്മീയലവ് വർദ്ധിപ്പിക്കും. वो हमें आत्मिक रीति से हमें वो बढ़ाता है। നിങ്ങൾ ഒത്തിരി ടയേർഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ പ്രോമിസസ്, വചനം നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ മലയാളത്തിൽ, നമ്മൾ ഏത് ലാംഗ്വേജിന് ആ ലാംഗ്വേജ് പറയാനെക്കാട്ടി കൂടുതലും നല്ലത് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കും. കർത്താവ്, നീ എനിക്ക് തന്ന വാഗ്ദത്തം അത് ഞാൻ പ്രാപിക്കും, അത് ഞാൻ നിശ്ചയം എടുക്കും. നീ അത് അന്യഭാഷയിൽ ദൈവത്തോട്, പരിശുദ്ധാത്മാവിനോട്, നിന്റെ കൂടെ ഒരാളുണ്ട്, ആ അയാളോടാണ് സംസാരിക്കുന്നത്. അത് എപ്പോഴും സംസാരിക്കുമ്പോൾ അന്യഭാഷ കഴിക്കണം. അന്യഭാഷ കിട്ടാത്ത ദൈവത്തെ ഓർത്തത് കിട്ടാൻ വേണ്ടി, അത് പ്രാപിക്കാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ അന്യഭാഷയുടെ പ്രയർ ആണ് എന്നെ ഈ ലാസ്റ്റ് ഒരു വീക്കിൽ എന്നെ ഒരു സംഭവത്തിൽ നിന്ന് ദൈവം എന്നെ അതിലേക്ക് കരകയറ്റാൻ സഹായിച്ചു, അതിനാണ് ഔട്ട് ആവാൻ സഹായിച്ചത്. हमारी लाइफ में हमें जो है उस चीज को ओवरकम करने के लिए, आगे बढ़ने के लिए हमें अन्य भाषा में प्रार्थना करना बहुत जरूरी है। मेरी लाइफ में भी हम लोग क्या है, हम लोग बैठ के प्रार्थना करने से हमारी जो भी वादाएं, वो वादाएं परमेश्वर को बोलने से बेहतर है कि हम लोग उसको सोचकर हम परमेश्वर के सामने अन्य भाषा में उस चीज को क्लेम करें, उस चीजों को बोलेंगे तो परमेश्वर वो सारी बातें हमारे जीवन में जरूर होगा। और जिन्होंने अभी तक अन्य भाषा नहीं पाया, कृपया आप सब लोग परमेश्वर की उपस्थिति में बैठकर अन्य भाषा को प्राप्त करें। यदि आप लोग अन्य भाषा में प्रार्थना करेंगे, आपकी जिंदगी, आपकी परिस्थिति, परमेश्वर बदलेगा। ഞാൻ ഒരു അഭിഷേകം നിന്നെ ഉയർത്തും, പക്ഷെ അഭിഷേകത്തെ നിലനിർത്തുന്നത് നിന്റെ അന്യഭാഷയിലുള്ള സംസാരവും ദൈവത്തോടുള്ള സംസാരവുമാണ്. രണ്ടാമത്തെ ക്യാരക്ടറാണ്. परमेश्वर जो है हमारा अभिषेक से बढ़ता है, लेकिन अभिषेक में बढ़ने के लिए हमारी अन्य भाषा की जरूरत है। और अन्य भाषा में हम लोग बढ़ेंगे, हम लोग आत्मिक रीति में बढ़ेंगे, हमारी कैरेक्टर, हमारी चरित्र उसके द्वारा बदलेगा। അതൊരു വേറെ വിഷയമാണ്. അത് വേറെ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം അനുവദിച്ചാൽ സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ചുരുക്കമായി പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കണം, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ അതിനെ മുന്നോട്ട് പോകാൻ വേണ്ടി അന്യഭാഷ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും, നിങ്ങൾ ഒത്തിരി ക്ഷീണരാണെങ്കിൽ 4 മണിക്കൂർ അന്യഭാഷ സംസാരിക്കണം. उसके बारे में आप लोगों को मैं किसी और दिन बताऊंगी, यदि अगर मुझे मौका मिले तो। लेकिन मैं आज इस समय आप लोगों के एक ही बात के लिए उत्साहित करना चाहूंगी कि आप लोग अपना समय, अपना प्रार्थना अन्य भाषाओं में करने के लिए बिताएं। जरूर ये प्रार्थना, ये एक हैबिट आपके जिंदगी को बदलेगा।
ഞാൻ ഒരു ചെറിയൊരു ടെസ്റ്റിമണി പറഞ്ഞു ദൈവനാമത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. मैं अपनी छोटी सी गवाही को बोलकर मेरा समय को मैं बंद करना चाहूंगी. എല്ലാരും അങ്ങ് ക്ഷീണിതരായെന്ന് തോന്നുന്നു വചനം കേട്ട് കേട്ട്. मुझे ऐसा लग रहा है कि आप सब लोग वचन सुन सुन के थक गए हैं. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്ക് ശരീരത്തിൽ ഒരു പ്രൊസീജിയർ നടത്തണമെന്ന് ഇങ്ങനെ ലോകം പറഞ്ഞു. पिछले हफ्ते जो है दुनिया मेरे जितने भी मेरे रिश्तेदार थे उन्होंने इस प्रकार बोला कि तुम्हें अपने शरीर के लिए तुम्हें इस चीज को करना चाहिए करके सब लोगों ने मुझसे कहा. കൂടെ നിന്നവരും പ്രാർത്ഥിച്ചവരും പാസ്റ്റർമാരും എല്ലാരും പറഞ്ഞു ചെയ്യണം 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 ചെയ്യണം, ആ പ്രൊസീജിയർ ചെയ്താലേ നീ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. मेरे साथ जितने भी लोग थे, जितने भी पास्टर्स लोग थे, सब लोगों ने बोला कि तुम्हें करना होगा, तुम्हें करना होगा. अगर तुमने ये किया है तो उस प्रॉब्लम से तुम निकल सकती हो. എനിക്കറിയാം ഞാനൊരു ഓട്ടി സ്റ്റാഫാണ്, ചെയ്യണം എന്ന് എനിക്കറിയാം. അത് ചെയ്താലേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് ഇൻഫെക്ഷൻ ആവും. എന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്ക് ഇൻഫെക്ഷൻ ആയാൽ അത് മരണത്തെ വരെ കാരണമാകുന്ന ഒരു കാരണമാണ്. और मुझे पता है कि वो प्रोसीजर को मुझे करना है. मैं एक ओटी स्टाफ हूँ. अगर मेरे जिंदगी में वो नहीं हुआ तो मेरी जो शरीर है वो एक मृत्यु की तरफ तक लेके जा सकते हैं. मुझे पता था वो मुझे करना ही करना है. പക്ഷെ ഞാൻ ഈ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരുന്ന ആരോടും പറയുന്നത് ഉറങ്ങുമ്പോഴും എല്ലാവരും ഞാൻ കണ്ണടച്ചടക്കുമായിരിക്കും. പക്ഷെ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവോട് ഈ വചനം കുറിച്ചു. ഈ പറയുന്ന വചനം സത്യമാണെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല? ഞാൻ എന്തിനാ ഒരു ലോകത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ സർജറിക്ക് ഞാൻ വിധേയമായി കൊടുക്കണം? ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. और मैं इस प्रकार मैं चलते फिरते मैं अन्य भाषा में प्रार्थना करने लगे. मैं सोते समय मेरी आंखें बंद होंगी और मैं अन्य भाषा में प्रार्थना करती थी और परमेश्वर से पूछती थी, परमेश्वर यदि ये वचन सत्य है, ये वचन में लिखा हुआ मेरे लिए लिखा हुआ सब लोग बातें सत्य है, तो मुझे ये प्रोसीजर से मुझे क्यों जाना है? इस प्रकार से मैंने परमेश्वर से पूछा. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എല്ലാരും പ്രൊസീജിയർ ചെയ്യണം, ഡേറ്റ് എടുത്തിട്ട് വരാം, അടുത്ത സർജറിക്കുള്ള ഡേറ്റ് എടുത്തിട്ട് വീട്ടിലോട്ട് കയറാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഞാനും അങ്ങനെ ഓക്കെ നാളത്തെ സർജറിക്കുള്ള ഡേറ്റ് എടുക്കാന്ന രീതിയിൽ പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. और घर से निकलते समय मुझे सबने बोला है कि जब तुम वापस आएगी तो एक निर्णय, एक डेट फिक्स करके आना अपने सर्जरी के लिए. और मैं भी अपनी सर्जरी के लिए डेट फिक्स करने के लिए मैं खुद भी घर से निकल गई थी. പക്ഷെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അവിടെ ചെന്നപ്പം എനിക്ക് പോസിറ്റീവായിട്ട് ഒരാൾ എന്നോട് സംസാരിച്ചു. എനിക്ക് വേണ്ടി അൾട്രാസൗണ്ട് ചെയ്ത് ആരും മേഡം എനിക്ക് വേണ്ടി പോസിറ്റീവ് ചെയ്തു. നീ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കുഞ്ഞു, ഇത് അപ്നാപ്പ് പൊക്കോളും, സാരമില്ല, ഒന്നും ചെയ്യണ്ട, അപ്നാപ്പ് ശരിയായിക്കോളും എന്ന് പറഞ്ഞു. और मैं ऐसे प्रार्थना करते जा रही थी तो मैं जैसे हॉस्पिटल में गया वहां पवित्र आत्मा ने कार्य किया. जिस डॉक्टर ने मेरा अल्ट्रासाउंड किया उस डॉक्टर ने मुझसे कहा है कि बेटी तुम्हें उसको करने की जरूरत नहीं है, तेरी जो प्रॉब्लम है वो अपने आप ठीक हो जाएगी, तुम्हें कोई सर्जरी प्रोसीजर की जरूरत नहीं है करके मुझे पॉजिटिवली एक सपोर्ट दिया उन्होंने. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആര് സംസാരിച്ചാലും ചില കഴിവുകളെ കൊണ്ട് ദൈവം നമ്മളെ സംസാരിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കും. इसीलिए मुझे एक विश्वास अंदर आया कि चाहे लोग सारी दुनिया हमारे खिलाफ बात करे, लेकिन परमेश्वर जो है गधों को, कोई भी गधों के इस्तेमाल करके हमें पॉजिटिवली हमें सपोर्ट करने के लिए परमेश्वर गधे को भी चुन सकता है करके. കാരണം മേഡം എന്നോട് ഭയങ്കര രഹസ്യമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞത് പറയരുത്, നീ ഇത് ചെയ്യാൻ അനുവദിക്കരുത്, നിന്റെ മേഡത്തെ കൊണ്ട് ഇത് ചെയ്യാൻ അനുവദിക്കരുത്, അത് പോകാനുള്ളതെല്ലാം പോകാൻ, നീ ശരിയാകും, ഞാനാ നിനക്ക് പറയുന്നത്. എന്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ടായ ആ സ്ത്രീയെ അവിടെ നിർത്തിയത് എന്റെ ലൈഫിൽ ഭയങ്കര എനിക്ക് അതിശയമായിട്ട് തോന്നിയത്. और वो जो स्त्री थी, वो जो डॉक्टर थी, वो मुझे गुप्त में लेके जाके बोला कि किसी को मत बताना है कि मैंने तुम्हें ये बोला कि नहीं करना. अपनी जो मेन डॉक्टर है उनसे कहो कि तुम्हारी ये सर्जरी नहीं कराना. उनके जो विश्वास ने, उनकी जो बातों ने मुझे मेरी विश्वास में और दृढ़ किया और इस प्रकार से परमेश्वर ने मेरे जीवन में कार्य किया. ഞാൻ നിങ്ങൾ എല്ലാവരോടും പറയണം, അന്യഭാഷയിൽ സംസാരിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, വചനത്തിൽ ഉറയ്ക്കണം, വചനത്തിൽ നിങ്ങൾ ആരും തെറ്റിക്കരുത്, ആത്മാവിൽ ചിന്തിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ നടക്കണം. എന്നാൽ നമ്മൾ ഈ പാസ്റ്റർമാരല്ലേ സൂപ്പർ നാച്ചുറൽ ലെവൽ, ഇതാണ് സൂപ്പർ നാച്ചുറൽ ലെവൽ. അന്യഭാഷയ്ക്ക് നമ്മുടെ റെലം മാറും. റെലം മാറിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഒഴുകുന്ന ക്രിസ്തുവിൽ ആ പരിശുദ്ധാത്മാവിന്റെ ഫ്ലോയിലാണ്. അതാണ് ഒരു സൂപ്പർ നാച്ചുറൽ. പിന്നെ നമ്മുടെ ലൈഫിൽ കഷ്ടം ഞാൻ വരുത്തുന്നത് ഞാൻ ഒരിക്കലും വരത്തില്ല. ലോകത്ത് കഷ്ടമുണ്ട്, പക്ഷെ അതിജീവിക്കുന്ന പ്രത്യേക ഒരു ധൈര്യം, ഒരു കൃപ ആ ഒരു ദൈവം നമുക്ക് തരും. ആ ഒരു ആത്മ ലെവലിലേക്ക് കയറാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര സമയം അനുവദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.
ഈ കേട്ടിട്ട് ഇങ്ങനെ പോകരുത്. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നിങ്ങൾ എഴുതി വെച്ച വാക്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യണം. അതിനായി കാത്തിരിക്കണം, പ്രാപിക്കണം. ഈ വചനങ്ങൾ ദൈവം സഹായിച്ച് എനിക്ക് ട്രാൻസ്ലേറ്റർ മിസ്സിക്കും താങ്ക്സ് പറയും. ओके, इसलिए हमें क्या करना है, हमें अन्य भाषा में बढ़ना है, हमें वचन में दृढ़ होना है। कई सारे पास्टर्स लोग जो है हमें बोलते हैं सुपर नेचुरल, एक अनोखी रीति से परमेश्वर हमें लेके जाएगा। यदि हम लोग अन्य भाषाओं में बढ़ोगे, यदि हम वचन में स्थिर रहेंगे, हमारी जो स्पिरिचुअल क्षेत्र है उसमें हम लोग उन्नति पाएंगे, उसमें हम लोग बढ़ते जाएंगे। मुझे समय दिया हुआ आप सबके लिए धन्यवाद, और इस वचन के द्वारा परमेश्वर आप सबको आशीष करे। प्रेज लॉर्ड। थैंक यू ब्लेसी, थैंक यू सो मच। ब्लेसी को भी बहुत बहुत धन्यवाद।